ശ്രീ ഷാജി, ഇവിടെ ഈ അപകടത്തിനിടയാക്കിയ ടിപ്പർ കഴിഞ്ഞ പലതവണ ഗതാഗത ലംഘനത്തിന് നോട്ടീസ് കിട്ടിയതാണ്. പെറ്റി കേസ് 26ഓളം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുതന്നെ വീണ്ടും നിരത്തിലിറങ്ങുന്നു. ഇങ്ങനെ മനുഷ്യ ജീവനുകൾ കവർന്നെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പെറ്റി കേസിൽ അകപ്പെട്ടോ 1, 2 അല്ലെങ്കിൽ 10-ലധികമാകുന്നത് പോലും ഇങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പൊതുനിരത്തിൽ വീണ്ടും വീണ്ടും ഇറങ്ങാൻ സാധിക്കുന്നത്? ആ ഒരു ഇടപെടൽ എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് വിഭാഗത്തിന് നടത്താൻ കഴിയാത്തത്? നമ്മുടെ നിയമത്തിൻ്റെ സംവിധാനത്തിനുള്ളിലിരുന്നുള്ള കാര്യങ്ങളെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിയമത്തിൽ ഓരോ കുറ്റത്തിനും ഏത് തരം കുറ്റമാണ് ചെയ്യുന്നത്, ആ കുറ്റത്തിൻ്റെ പണിഷ്മെൻ്റ് എന്താണെന്നും അതിന് ശിക്ഷ എങ്ങനെയാണ് അതിൻ്റെ നടപടികൾ എടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ഇതെടുക്കൂ. അപ്പോൾ ചില ഇതിൽ പറയുന്നത് പെറ്റി എന്നാണ് പറയുന്നത്. പെറ്റി കേസ് എന്ന് പറയുന്നതിൻ്റെ കോടതിയുടെ മുന്നിലാണ് എല്ലാം ഒരു പെറ്റിയായിട്ടേ കണക്കുള്ളൂ. അത് പെട്ടെന്ന് ഒരു ഗൗരവമുള്ളൊരു കേസായിട്ട് കാണില്ല. ഞങ്ങളുടെ ലെവൽ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെവലിൽ ചെന്ന് ചിന്തിക്കുമ്പോൾ ചില കേസുകൾ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ ഇത് പൊതുവായിട്ട് നോക്കുമ്പോൾ കോടതിയുടെ ഒരു ഭാഷ്യം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് പെറ്റി കേസുകളാണ്. അത് കുറ്റം സമ്മതിക്കുന്നു, പിഴയടയ്ക്കുന്നു, പോകുന്നു, കുറ്റം സമ്മതിക്കുന്നു, പിഴയടയ്ക്കുന്നു, പോകുന്നു. ആ ഒരു ഗൗരവത്തിലാണ് ഇത് കാണുന്നുള്ളൂ. അപ്പോൾ ഇതിന് മാറ്റം വേണ്ടത് നിയമത്തിലുള്ള സംവിധാനങ്ങളാണ്. ചില ഇന്ന കേസുകൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഇത്ര കാലത്തേക്ക് അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം. അതിപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാഷ് ആൻഡ് നെഗ്ലിജൻസ് വണ്ടി ഓടിച്ചാലൊക്കെ അങ്ങനെയുള്ള ഈ അടുത്ത കാലത്ത് വന്ന ഒരു അമെൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ എല്ലാം പെറ്റിയടിച്ച് ഇയാൾക്ക് ഞാൻ കുറ്റം സമ്മതിക്കുന്നു, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, പിഴയടിച്ച് ഒഴിവായി പോകാവുന്ന രീതിയിലുള്ള സംവിധാനം. അത് മാറിയിട്ട് ഇന്ന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇത്ര കേസുകളിനെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റം നിയമത്തിലുണ്ടാകുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ 26 പ്രാവശ്യം അയാളെ പെറ്റിയടിച്ചു എന്നുകൊണ്ട് മാത്രം നമുക്ക് അടുത്ത നടപടികളിലേക്ക് പോകാൻ പറ്റില്ല. ചില കേസുകൾ റിപ്പീറ്റഡ് ഒഫൻസ് ആണെങ്കിൽ കോടതിക്കാണ് അതിൻ്റെ അധികാരം വെച്ചിരിക്കുന്നത്. അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വിധിക്കുകയോ ഒക്കെ ചെയ്യും. ഇനി ജയിൽ ശിക്ഷ വിധിച്ചാൽ 3 മാസത്തിൽ നിന്നൊക്കെയാണ് മാക്സിമം പറയുന്നുള്ളൂ. അല്ലെങ്കിൽ മരണകാരണമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും 2 വർഷം എന്നുള്ള ലെവലിലാണ് അതിലൊക്കെ പണിഷ്മെൻറ്റും നടപടികളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട്.